നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ വീട്ടിൽ വരുന്നുണ്ട് നിങ്ങളുടെ. വരുന്നുണ്ടോ? അയക്കുന്നവരെ വീട്ടിലും വരുന്നു, അയക്കാത്തവരെ വീട്ടിലും വരുന്നു. കേട്ടോ? മിസ് എല്ലാരും കൂടി കൂട്ടിട്ട് പെട്ടല്ലോ. എല്ലാരും കൂടി പോയിട്ടിട്ട് 8 ആളല്ലേ? 8 ആളായിക്കോട്ടെ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? പേജ് നമ്പർ 63 മൂന്നാമത്താണ് നമ്മൾ പറഞ്ഞത് അല്ലേ? नीचे दिए गए विशेषण शब्दों के लिए संज्ञा शब्द लिखिए. വിശേഷണ ശബ്ദം കൊടുത്തിട്ടുണ്ട്. ഹലീമ എന്നിട്ട് പോലെ സംജ്ഞാ ശബ്ദം കൊടുത്തിട്ടുണ്ട്, അല്ല വിശേഷണ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച സംജ്ഞാ ശബ്ദം ചേർത്തെഴുതാൻ. കഠോർ, കഠോർ എന്നുള്ളതിനോട് കൂടി നമ്മൾ എന്ത് ചേർത്തു? കഠോർ ശബ്ദ്. എക്സാം ഉണ്ടായിരുന്നല്ലോ മോനെ, അതിന് ആരും ഒന്നും മിണ്ടുന്നില്ല. ഹലീമ എക്സാം ഉണ്ടോ ഇന്ന്? പരീക്ഷ കിട്ടോ? ഞാൻ പഠിച്ചില്ല. അതിന് ആരും ഒന്നും മിണ്ടുന്നില്ല. അടുത്ത ക്ലാസ്സിൽ 12ാമത്തെ ലെസൺ അല്ലേ? 12ാമത്തെ ലെസൺ അടുത്ത ക്ലാസ്സിൽ വെക്കാം. വേണ്ട വേണ്ട, അടുത്ത ക്ലാസ്സില് 12ാമത്തെ ലെസൺ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വാ. നോട്ടിലൊന്നും എഴുതണ്ട, ആൻസർ ഷീറ്റിൽ തന്നെ എഴുതി മിസ്സിന് അയച്ചു തരണം. അത് മിസ് ഞാൻ പഠിച്ചില്ല മിസ്. ഞാൻ 4 മണിക്കാണ് വിചാരിച്ചു പഴയ ടൈം ടേബിൾ എഴുതിയത് തന്നെ. അതാ ഓർമ്മിച്ചത് അല്ലേ? പിന്നെ അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് വാ. 12ാമത്തെ ലെസൺ എക്സാം ആണ്. അത് നോട്ടിലൊന്നും അവിടെ ഇവിടെ ചെറിയ ചെറിയ പേപ്പർ തുണ്ടിലൊന്നും എഴുതിട്ട് അയക്കാനാക്കരുത്. ഒരു നല്ല ആൻസർ ഷീറ്റ് തന്നെ വാങ്ങുക, പേപ്പർ. ആ പേപ്പറിൽ തന്നെ എക്സാം എഴുതുന്ന പോലെ എഴുതി എനിക്ക് അയച്ചു തരിക. അടുത്ത ക്ലാസ്സിൽ എക്സാം കേട്ടോ, 12ാമത്തെ ലെസൺ. എന്താണ് അതില് എക്സാം ഇല്ല, അതുകൊണ്ട് ഇന്ന് വെക്കുന്നില്ല, അടുത്ത ദിവസം വെക്കാം. കാരണം കുറെ ആൾ കണ്ണ് മിഴിച്ച് നോക്കിയാണ്. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ആ 12ാമത്തെ ലെസണിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ പഠിച്ചു വരിക. അപ്പൊ ഇവിടെ നോക്കേ, ചിത്ര ദേഖിയേ और വിശേഷണ ശബ്ദ ലിഖിയേ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. ആ പിക്ചർ നോക്കിയിട്ട് പിക്ചർ കണ്ട, ആ പിക്ചറിന്റെ താഴെ പിക്ചറിന് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന് യോജിച്ച വിശേഷണ ശബ്ദം നമ്മൾ ചേർക്കുകയാണ് വേണ്ടത്. പേജ് നമ്പർ 63 ഏറ്റവും താഴെയുള്ള പിക്ചർ 4ാമത്തേല്. പഹാഡ് എന്ന് വെച്ചാൽ പർവ്വതം എന്നാണോ? പഹാഡ്, പർവ്വതം. അപ്പൊ അവിടെ എന്ത് ചേർക്കാം നമുക്ക്? വിശേഷണ ശബ്ദം ഹിമാലയ. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? ഊംജ. അവിടെ എഴുതി ചേർത്തേ, ഊംജ. ഊംജ പഹാഡ്. രണ്ടാമത്തത് 2-3 കുട്ടികൾ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ബച്ചേന്ന് കൊടുത്തിട്ടുണ്ട്. ബച്ചേന്ന് പറയുമ്പോ കുട്ടികൾ എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാം? കിട്ടിയില്ലേ? ചോട്ടെ ബച്ചേ അല്ലെങ്കിൽ അച്ഛേ ബച്ചേ അല്ലേ? അച്ഛേ അല്ലെങ്കിൽ ചോട്ടെ ബച്ചേ, ഏതെങ്കിലും ഒന്ന് എഴുതാം. അച്ഛേന്നോ അല്ലെങ്കിൽ ചോട്ടേന്നോ എഴുതുന്നുണ്ടോ വസുദേവേ? വസുദേവ് പ്രാർത്ഥന അല്ലേന്നല്ലേ? ഈശ്വര പ്രാർത്ഥന 9 ചൊല്ലുന്നത്. ചൂടിൽ എന്നാ പറയുന്നത് ഹിന്ദിയില്? ചൂട്. ഗരം. അടുത്ത ചായ അല്ലെ? ചൂടുള്ള ചായയുടെ ഫോട്ടോ ആണ്. ചായ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഗരം ചായ. ഗരം ചായ. ഗരം ചായ. ഹെവൻ നേരത്തെ റെഡി ആയിരുന്നെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡേഷ് തോത്ത. ഡേഷ്
എന്താണ്? മിസ് സുന്ദർ തോത്ത എന്ന് ഗ്രീൻ കൊടുക്കാം. എങ്ങനെയാ പറയുക? ഗ്രീന് ഹര green കൊടുക്കാം. എങ്ങനെ? ഹര 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 തോത്ത എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സുന്ദർ തോത്ത എന്നും പറയാം. സുന്ദർ തോത്ത അല്ലെങ്കിൽ ഹര തോത്ത. അടുത്ത കുത്ത, പട്ടിയുടെ ആണല്ലേ. എന്ത് ഏതാ? ബഡാ കുത്ത, ബഡാ അല്ലെങ്കിൽ ചോട്ടാ കുത്ത. ഹലീമ, അച്ചാക്കുത്താൻ വിടോ? പേന പിരിച്ച് കളിക്കാതെ വേഗം എഴുത്. എന്താണ്? അച്ച അച്ചാ കുത്ത എഴുതിക്കോ. സുന്ദർ കുത്ത. എന്താണ്? ഫ്ലാഗിന് ജണ്ട, തിരങ്ക ജണ്ട കൊടുത്തൂടെ? ത്രിവർണ പതാക, തിരങ്ക ജണ്ട. ഭാരത് ജണ്ട. ഭാരത് ജണ്ട. ഭാരത് ജണ്ട പറയുമ്പോ ഭാരത് എന്നുള്ളത് വിശേഷണ ശബ്ദാവൂല മോനെ. അത് ഒരു നമ്മുടെ രാജ്യത്തിന്റെ പേരല്ലേ, വിശേഷണം ചേർക്കാനാ പറഞ്ഞത്. തിരങ്ക ജണ്ട അല്ലെങ്കിൽ സുന്ദർ ജണ്ട. തിരങ്ക ജണ്ട. പട്ടി പോലെ നിൽക്കുന്ന സാധനത്തിന്റെ എന്താ? പട്ടി എന്താണ്? നെക്സ്റ്റ് ഡാഷ് ഇമാരത്ത്. ഇമാരത്ത് കൂറ്റൻ കെട്ടിടം, വലിയ കെട്ടിടത്തിന്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തിരുന്നത്. ഇമാരത്ത് കെട്ടിടം, ബിൽഡിങ്. അവിടെ എന്ത് കൊടുക്കാം നമുക്ക്? അത് ചെറുതൊന്നല്ല അല്ലെ, വലുതാണല്ലേ. ബഡാ ഇമാരത്ത്. ലംബ അതും കൊടുക്കാം. ലംബ ഇമാരത്ത്, ലംബ നീളമുള്ള, ഉയരത്തിലുള്ള. ഊഞ്ചായും കൊടുക്കാം, ഉയരത്തിലുള്ള. ബഡാ ഇമാരത്ത്. നെക്സ്റ്റ് ഡാഷിലെടുക്കാം. എന്ത് പറയാം? ചോട്ടാൽ എടുക്കാം, അല്ലെങ്കിൽ നാട്ടാൽ എടുക്കാം, അല്ലെങ്കിൽ മോട്ടാൽ എടുക്കാം. നാട്ട പറഞ്ഞ പൊക്കം കുറഞ്ഞ ആൺകുട്ടി, അല്ലെങ്കിൽ മോട്ടാൽ എടുക്കാൻ പറഞ്ഞാൽ തടിച്ച ആൺകുട്ടി. ചോട്ടാൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ആൺകുട്ടി. അതിൽ ഏതും ചേരും. ചോട്ടാൽ എടുക്ക, അല്ലെങ്കിൽ നാട്ടാൽ എടുക്ക, അല്ലെങ്കിൽ മോട്ടാൽ എടുക്കാം. അതിലേതെങ്കിലും ഒന്ന് എഴുതും. ഷാഹർ എന്ന് വെച്ചാൽ സിറ്റി എന്നാണ് അർത്ഥം. ഷഹർ സിറ്റി, ടൗൺ. നെക്സ്റ്റ് പേജ് 64. ഹംനെ സീഖ, ഞങ്ങളും പഠിച്ചു. എന്താ പഠിച്ചത്? വിലോമ ശബ്ദ്, ഓപ്പോസിറ്റ് വേർഡ്സ്. വിലോമ ശബ്ദ നോട്ടിലൊരു ഹെഡിങ് എഴുതുക, എന്നിട്ട് അതിന്റെ ഇത് എഴുതണം. വേ ശബ്ദ് जो किसी शब्द का विपरीत अर्थ देते हैं उसे विलोम शब्द कहते हैं. वे शब्द जो किसी शब्द का विपरीत अर्थ देते हैं उसे विलोम शब्द कहते हैं. Words which convey opposite meaning to each other are called opposite words. വാസുദേവേ എഴുതുന്നുണ്ടോ? विलोम शब्द, वे शब्द
जो किसी शब्द का विपरीत अर्थ देते हैं उसे विलोम शब्द कहते हैं. എഴുതിയോ? എഴുതിയോ? विलोम शब्द वे शब्द जो किसी शब्द का विपरीत अर्थ देते हैं उसे विलोम शब्द कहते हैं. ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയത്. വായിച്ചു നോക്കിയോ? അതിന്റെ താഴെ നോക്കിക്കേ. नीचे दिए गए शब्दों के विलोम शब्द लिखिए. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങളുടെ ഓപ്പോസിറ്റ് വേർഡ് എഴുതാൻ. റൈറ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് ദ ഗിവൺ വേർഡ്സ്. കുറെ ഓപ്പോസിറ്റുകൾ എഴുതാനുണ്ട്. അച്ഛ ബുര അതവിടെ കൊടുത്തിട്ടുണ്ട്. ധനി നിർധൻ. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഓപ്പോസിറ്റ് എല്ലാം അവിടെ എഴുതി വെക്ക്. ഇതുവരെ പഠിച്ചതില് എല്ലാ ലെസണിലും കൂടി പഠിച്ച ഓപ്പോസിറ്റ് വാക്കുകളെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് അവിടെ എഴുതി വെക്കുക കേട്ടോ. അത് മിസ് പറഞ്ഞിരുന്നില്ല. സഫേദ് കാല, ഊഞ്ച നീച്ച, ഷഹർ ഗാവ്, പക്കഡ ചോടന, അങ്ങനെ ഓരോന്നിന്റെയും ഓപ്പോസിറ്റ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കും കേട്ടോ. അത് പിന്നെ എഴുത്. അത് ഹോംവർക്ക് ആയിട്ട് എഴുതി വെച്ചിട്ട് അയച്ചു തരണേ. ഇനി നെക്സ്റ്റ് നോക്ക്. രേഖാങ്കിത ശബ്ദോं के विलोम शब्द से वाक्य पूरे कीजिए. അടിവരയിട്ടുള്ള ശബ്ദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഉപയോഗിച്ച് സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക. മൂർഖ് ലോഗോं के सामने ഡേഷ് लोगों को चुप होना चाहिए. വിഡ്ഢികളായ ജനങ്ങളുടെ മുന്നിലെ അറിവുള്ള ആൾക്കാര് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മൂർഖ് ലോഗോं के सामने. ഇപ്പൊ മൂർഖ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് വേണം അവിടെ. എന്താണ് മൂർഖ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്? ബുദ്ധിമാൻ. 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 മൂർഖ് ബുദ്ധിമാൻ അല്ലെങ്കിൽ വിദ്വാൻ. അത് എഴുതി വെക്കണേ. മൂർഖ് ലോഗോं के सामने विद्वान लोगों അല്ലെങ്കിൽ ബുദ്ധിമാൻ लोगों को चुप होना चाहिए.
അടുത്ത മേരെ 4 ഉത്തർ ടീക്ക് ദേ. എന്റെ 4 ഉത്തരങ്ങൾ ശരിയായിരുന്നു. 4 ഉത്തർ ടീക്ക് ദേ. ടീക്ക് ശരി. ദോ ഡാഷ് അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ടീക്ക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഗലത്ത് ഗലത്ത്. ദോ ഗലത്ത്. കിട്ടുന്നേ എവിടെ നിനക്ക് എവിടുന്ന ഇതൊക്കെ കിട്ടുന്നത് ചോദിക്കുന്ന ജസ്റ്റിസ്? ഞാൻ നേരത്തെ നോക്കിയൊന്നുമില്ല, ഞാൻ അറിയാന്ന് പറയുന്നേ ഉള്ളൂ. ഓ അങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്ന നോക്കാം. बाजार मेरे घर के निकट है लेकिन स्कूल बहुत डैश है. बाजार मेरे घर के निकट है. എനിക്ക് തോന്നുന്നു ഹെവന്റെ ടെക്സ്റ്റിൽ മുംബൈയിലെ ടെക്സ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഇല്ല, എന്റെ ടെസ്റ്റ് എന്തേ നികടിന്റെ അർത്ഥം പറഞ്ഞുതരോ? നികട് അടുത്ത്, പാസിന്റെ അടുത്ത്, പാസ് അടുത്തല്ലേ. ബാസാർ എന്റെ വീടിനടുത്താണ്. ലേക്കിൻ സ്കൂൾ ബഹുത്ത് ഡാഷ് ഹെ. പക്ഷെ സ്കൂൾ വളരെ ദൂരെയാണ്. അപ്പൊ ദൂർ. നികട് ദൂർ. പഹാഡ് ബഹുത്ത് ഊഞ്ച ഡാഷ് ദ. ഊഞ്ചാളിന്റെ ഓപ്പോസിറ്റും കൂടി വേണം അതിന്റെ കൂടെ. പഹാഡ് ബഹുത്ത് ഊഞ്ച നീച്ച. ഊഞ്ച നീച്ച ഥ. പഹാഡ് ബഹുത്ത് ഊഞ്ച നീച്ച ഥ. എഴുതിയോ? നെക്സ്റ്റ് लोग रोजगार की तलाश में गांव से देश की ओर भाग रहे हैं. गांव ग्रामം. അതിന്റെ ഓപ്പോസിറ്റ് शहर. शहर की ओर. എന്ത് മോനെ? കേട്ടിട്ടില്ല, മിസ് കേട്ടില്ല. എന്താണ്? ധനിയില്ലേ മറ്റേ ധനി പണക്കാരൻ. ധനി പണക്കാരൻ. അഞ്ചാമത്തെ ഷഹർ എഴുതുക. ആറാമത്തെ അതുപോലെ ധനി ലോഗ് ഡാഷ്. ഗരീബ് അല്ലെങ്കിൽ നിർധൻ. അമീർ ഗരീബാണ് ചേരുന്നത്. ധനിക്ക് നിർധൻ എന്നാണ് നമ്മൾ ചേർക്കുക. ധനി നിർധൻ ലോഗ്. धनी लोग निर्धन व्यक्ति को ऋणा की दृष्टि से देखती है. പണക്കാര് പാവപ്പെട്ട ജനങ്ങളെ കാണുമ്പോഴേ വെറുപ്പോടെയാണ് കാണുന്നത്. അതെയോ? ആ ഈ ഊഞ്ചിന്റെ എന്താണ്? ഏതാണ്? ഊഞ്ചായി. ഊഞ്ചായിയാ? ഉയരത്തില്, ഉയരത്തില്. എന്താ കാരണം? അതിന്റെ എന്താണ്? എത്രാമത്തെ മോളെ ചോദിക്ക്, മീനിങ് മിസ് പറഞ്ഞുതരാം. നാലാമത്തെ പഹാഡ് ഊഞ്ച നീച്ചാധ. ഉയരമുള്ളതും ഉയരം കുറഞ്ഞതുമായ പർവ്വതനിരകളില്ലേ? ഊഞ്ച ഉയരമുള്ളത്, നീച്ച ഉയരം കുറഞ്ഞത്. धनी लोग निर्धन व्यक्ति को घृणा की दृष्टि से देखते हैं. എഴുതിയോ? നെക്സ്റ്റ് വജൻ. വജൻ ഹെഡിങ് എഴുതാൻ നോട്ടിലേക്ക് മാറ്റി എഴുതാം. എന്താണ്? हमने सीखा किसी एक या अनेक संख्या को बताने वाले शब्द वजन कहलाते हैं. एक संख्या बताने वाले एक वजन और बहुत का ज्ञान देने वाले शब्द बहुवचन कहलाते हैं. किसी एक या अनेक संख्या को
ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ സംഖ്യകളെ പറയാൻ വേണ്ടി ബദാനെ വാലെ ശബ്ദ് അതിന് ഉപയോഗിക്കുന്ന ശബ്ദമാണ് വചൻ കഹലാത്തെ ഹെ, വചനം. ഏക സംഖ്യ വദാനെ വാലെ ഏകവചൻ, ഒരു സംഖ്യ മാത്രമുള്ളവയെ നമ്മൾ ഏകവചനം എന്നും, और बहुत का ज्ञान देने वाले शब्द ഒന്നിൽ കൂടുതൽ ധാരാളമുള്ള ശബ്ദങ്ങളെ നമ്മളെ ബഹുവചൻ എന്നും പറയുന്നു. അത് നോട്ടിലേക്ക് എഴുതുക. മിസ്സേ ആ ഗാവിന്റെയോ? പ്രാവാ അഞ്ചാമത്തത് നേരത്തെ Dog. പറഞ്ഞ ഗാവ് ഷഹർ, ഗാവ് ഗ്രാമം, ഷഹർ പട്ടണം. അപ്പൊ വചൻ ഹെഡിങ് എഴുതുക. അതിന്റെ നമ്മൾ എന്ത് എഴുതുക? കിസി ഏക് യാ അനേക സംഖ്യ കോ ബതാനെ വാലെ ശബ്ദ് വചൻ कहलाते हैं. एक संख्या बताने वाले एकवचन और बहुत का ज्ञान देने वाले शब्द बहुवचन कहलाते हैं. എഴുതിയ മക്കളെ? അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏകവചൻ ബഹുവചൻ. ലഡ്ക ലഡ്കെ, ആങ്ക് ആങ്കേ. അപ്പൊ നിങ്ങളോട് ലാസ്റ്റ് ഒരു കാര്യം പറയാം. അടുത്തത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സെക്കൻഡ് പീരിയോഡിക് എക്സാം തുടങ്ങാൻ പോവുകയാണ് ഫെബ്രുവരി 15-ന്. കേട്ടല്ലോ? ഫസ്റ്റ് പീരിയോഡിക് എക്സാം ഉണ്ടായിരുന്നോ ഗൂഗിൾ ഫോമില്? ഓർമ്മയില്ലേ? അതേപോലെ സെക്കൻഡ് പീരിയോഡിക് എക്സാം ഫെബ്രുവരി 15-ന് സ്റ്റാർട്ട് ചെയ്യാണ്. 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പൊ അത് തമാശയൊക്കെ എടുക്കരുത്. നന്നായിട്ട് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങണം. 25 ഹിന്ദിയിൽ. അത് ഹിന്ദിയിൽ മാർക്ക് വാങ്ങണമെങ്കിൽ എല്ലാ പാഠവും നന്നായിട്ട് വായിക്കണം, പഠിക്കണം. അതിൽ വൺ വേർഡ് വരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മീനിങ് ഉണ്ടാവാം, വിപരീതാർത്ഥം ഉണ്ടാവാം, പര്യായ പദം ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. ആ വൺ വേർഡിൽ നിങ്ങൾ ഏതാണോ ശരി അത് നിങ്ങൾ ബട്ടൺ അമർത്തല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പൊ അല്ല പഠിക്കണം. ഓപ്പോസിറ്റ് വേർഡ് അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, അത് ശരിയായ പദം എഴുതാൻ വേണ്ടിയിട്ട്, അതുപോലെ അങ്ങനെ എന്തൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഭാഗത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ വരും. അപ്പൊ 25 മാർക്കല്ലേ, വൺ വേർഡ് അല്ലേ, അപ്പൊ അതൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത്. എല്ലാതും നന്നായിട്ട് പഠിച്ച് ഫുൾ 25-ൽ 25 മാർക്കും എല്ലാവരും ഹിന്ദിയിൽ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കണം അതിന് വേണ്ടിട്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതുവരെയുള്ള എല്ലാ വർക്കുകളും മിസ്സിന് അയച്ചു തരിക. ഹിന്ദി ആവൂല, എന്താണ് ജസ്റ്റിസേ? ഹിന്ദി ആയിരിക്കൂലേ? ടീച്ചർ ഉണ്ടാവുമ്പോ ടീച്ചർ കുറച്ച് മലയാളമൊക്കെ പറഞ്ഞില്ലേ? അത് ശരിയാണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ ബട്ടൺ അമർത്തിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടേ വേഗം ചടപടാന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങനെ ആൻസർ ബട്ടൺ അമർത്തറ്. പകരം എന്താ, നിങ്ങൾ ആ മീനിങ് നോക്കണം. ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കണം കേട്ടോ. കണ്ടെത്തൽ അതൊക്കെ ഉണ്ടാവോ? എന്താണ് ഫൈൻഡ് ദ കറക്റ്റ് വേർഡ് ഒക്കെ ഉണ്ടാവോ? കറക്റ്റ് വേർഡ് അതന്നെ. അത് എന്താണ് വരിക എന്ന് പറയാം. 1 മാർക്കിന് വരാൻ പറ്റുന്ന എല്ലാം ഒന്നുകിൽ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇന്നതിന്റെ മീനിങ് ഇംഗ്ലീഷിൽ ഏതാണ് താഴേക്കുന്നത് ശരി എന്നുള്ളത് ഉണ്ടാവാം, അല്ലെങ്കിൽ പര്യായ പദം ഏതാണ് ചേരുന്നത് ഉണ്ടാവാം, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആവാം. അപ്പൊ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ.
പിന്നെ ടീച്ചറാ നോക്കുമ്പോ ഏകദേശം ശരിയാണെങ്കിൽ ചെറിയ അരമാർക്കൊക്കെ തരുമായിരിക്കും. പക്ഷെ നിങ്ങളാകുമ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ മാർക്ക് വാങ്ങിയില്ലേ, അതുകൊണ്ടാ പറഞ്ഞത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇതുവരെയുള്ള എല്ലാം എനിക്ക് അയച്ചു തരണേ. അയച്ചു തരാത്ത മക്കളെല്ലാവരും എനിക്ക് അയച്ചു തരണേ, മറന്നുപോലെ. അടുത്ത ക്ലാസ്സിലും ബുധനാഴ്ച മിസ്സിനെ കാണുമ്പോൾ ഓർമ്മ വരുന്ന അവസ്ഥ വരരുത്. ഓക്കെ, ബൈ, സി യു. ടെക്സ്റ്റിലില്ലേ ഈ വചന്റെ സെന്റൻസ് ഇല്ലേ, ആ 2 സെന്റൻസിന് കൊണ്ടുവന്നുണ്ട്. ആ 2 എഴുതണം. ബഹുവചനം എന്നാന്ന് ഏകവചനം എന്നാന്ന് വരെ എഴുതണം. ഓക്കെ ഓക്കെ, ബൈ. പോയി ഭക്ഷണം എല്ലാം കഴിച്ചു. ഓക്കെ.